അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നാനകുതുകളായ വിദ്യാർത്ഥി മിത്രങ്ങളെ, ഒട്ടനേകം വിഷയങ്ങളെ ഒത്തിരി കൗതുകത്തോടെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അനുഗ്രഹവേളയിൽ മുസ്ലിം സമുദായ ശാക്തീകരണത്തിന്റെ വിശാല ഭൂമിയിൽ നിറതേജസ്സായി ജ്വലിച്ചു നിന്ന ബാഫഖി തങ്ങൾ മുസ്ലിം സമൂഹത്തെ എപ്രകാരമാണ് വഴി നടത്തിയതെന്ന വിഷയത്തെ സംബന്ധിച്ച് സംവദിക്കാനാണ്. അതിനെനിക്ക് തൗഫീഖ് നൽകിയ അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. മാന്യരെ, 1921 പ്രക്ഷോഭാനന്തര മലബാറിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം വിഷാദത്തിന്റെ കാളിമ പരത്തി. കൂടെ പിറന്നവരെയും ഇണകളെയും നഷ്ടപ്പെട്ടവർ, രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പൊറുതിമുട്ടിയവർ, പ്രത്യാക്ഷയുടെ കിരണമില്ലാത്ത ഇരുണ്ട ഭാവിയെ ഓർത്ത് അന്തിച്ചു നിന്ന സമൂഹത്തിലേക്കാണ് യമനി സുഗന്ധത്തിന്റെ പരിമളമേറിയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കാലെടുത്തു വെക്കുന്നത്. മലബാർ കലാപത്തിന്റെ തീച്ചൂളിൽ തലയെടുപ്പുള്ള നേതാക്കന്മാർ ബ്രിട്ടീഷ് ഭരണകൂടം നാട്ടുകടത്തുകയോ വധിക്കുകയോ ചെയ്തു. ഈ ഒരു അവസരത്തിൽ മുസ്ലിം സമൂഹം ഒരു പുതു കപ്പിത്താനില്ലാതെ ഓരോ കാറ്റിലും കൂണിലും ഉലഞ്ഞു നടക്കുകയായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് ധീരനും കർമ്മയോഗ്യനുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മുസ്ലിം സമുദായത്തെ നേതൃചക്രം നിയന്ത്രിക്കാനൊരുങ്ങുന്നത്. തീക്ഷണ പോരാട്ടങ്ങളും അവകാശ സമരങ്ങളും മുസ്ലിം സമുദായത്തെ പൊറുതിമുട്ടിച്ച കാലത്തിലാണ് ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയ കൈരളത്തിന്റെ മുഖ്യധാരയിലുള്ള ആഗമനം. മലബാർ കലാപം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ഇന്ത്യ വിഭജനം, സ്വതന്ത്ര ഇന്ത്യ തെരഞ്ഞെടുപ്പ്, ഐക്യ കേരളം, യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിഭജനം, അതിന്റെ വളർച്ച എന്നിങ്ങനെ രാജരാജാന്തര രംഗത്തെ നിരവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിരുന്ന കാലമായിരുന്നു അത്. വിനാശത്തിന്റെ പടുകുഴിയിലേക്ക് പതിക്കുമായിരുന്ന പതിത സമൂഹത്തിന് ഒരു ഹരിതാപമായ പ്രതീക്ഷയേകാൻ വ്യക്തിപ്രഭാവത്തിന്റെ മാസ്മരിത കൗമെന്നതിന് ഈമാനിന്റെ ചൈതന്യം കോറിയിട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവിതം തന്നെയാണ് തെളിവ്. സുഹൃത്തുക്കളെ, സംഘടിതവും എന്നാൽ രാഷ്ട്രീയപരമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ ഐക്യ രാഷ്ട്രീയത്തിന്റെ ചരടിൽ ഏകോപിക്കുകയും ആ ഐക്യബലത്തെ അവരുടെ സാമൂഹികോത്കർഷത്തിന്റെ ചൈതന്യം കോറിയിട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം. ഔന്നത്യമാർന്ന വ്യക്തിത്വവും കാര്യങ്ങളെ ക്ഷമയോടെ സമീപിക്കാനും അവധാനതയോടെ കൈകാര്യം ചെയ്യുവാനും സുചിന്തമായ തീരുമാനങ്ങൾ എടുക്കാനും ബാഫഖി തങ്ങളുടെ സവിശേഷതകളായിരുന്നു. സങ്കീർണവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ മുസ്ലിം സമുദായത്തിന് തുണയായത് അന്യമതസ്ഥർ പോലും ബാഫഖി തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ബാഫഖി തങ്ങളുടെ വാക്കുകളെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ആദർശ ധീരത കൊണ്ട് രാഷ്ട്രീയമോദം ചലിപ്പിച്ച തീനാളിന്റെ ചൂടും ചൂരുമുണ്ടായിരുന്നു ആ ഹൃദയത്തിന്. രാഷ്ട്രീയത്തിലാകുമ്പോഴും ഇസ്ലാമിന്റെയും പാർട്ടിയുടെയും ആയത്തിലുള്ള കെട്ടുറപ്പുകളെയായിരുന്നു അദ്ദേഹം അഭിലാഷിച്ചത്. സംഘടനയുടെ മൂല്യങ്ങൾക്ക് അർത്ഥശോഷണം സംഭവിക്കരുത് എന്ന ശാഠ്യം പിടിച്ച വ്യക്തിത്വമായിരുന്നു തങ്ങളുടേത്. മലബാർ കലാപത്തിന്റെ തീച്ചൂളിൽ തലയിടുപ്പുള്ള നേതാക്കന്മാർ ഒന്നിച്ചു നിന്നപ്പോഴും ഒരു പച്ചയായ ജീവിതം മാത്രമായിരുന്നു ആ നേതാവ് ആഗ്രഹിച്ചത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബാഫഖി തങ്ങളുടെ പ്രത്യേകതകൾ എത്രമാത്രോളം ഉണ്ട് എന്ന്. പ്രിയരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു
സുബ്ഹാനഹു തആല ബാഫക്കി തങ്ങളെ പോലത്തെ ഒരു മനുഷ്യനായി തീരാൻ നമുക്കും ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.